ഇന്നലെ ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ രണ്ട് യങ്സ്റ്റേഴ്സിനെ കണ്ടു. അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു. അവരുടെ പ്രായത്തിലുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അവർ സീരിയസ്ലി ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയുടെ ഫ്യൂച്ചർ പ്രൊട്ടക്ഷൻ തന്നെയാണ്. അവരുടെ ഫാമിലിയിൽ ഒരാൾക്ക് വലിയൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വന്നു. ആ ട്രീറ്റ്മെൻറ്റ് വന്ന സമയത്ത് ആ ഫാമിലി കടന്നുപോയ സാഹചര്യങ്ങൾ ഇവർ കാണാനിടയായി. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതും സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് പല ആളുകളെ വിളിക്കുന്നതും മാനസികമായി പ്രയാസപ്പെടുന്നതെല്ലാം ഇവർ നേരിട്ട് കാണാനിടയായി. അവിടെ നിന്നാണ് അവർ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഒരു പ്രോബ്ലം വന്നതിന് ശേഷമല്ല പ്രൊട്ടക്ഷൻ എടുക്കേണ്ടത്, പ്രോബ്ലം വരുന്നതിന് മുമ്പ് തയ്യാറായിരിക്കണമെന്ന്. സത്യത്തിൽ ഈ ഒരു ചിന്തയാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഫാമിലിയിൽ പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വരുന്നു, ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടാകില്ല, എങ്ങനെയെങ്കിലും ആളെ സേഫ് ആക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം കാണത്തുള്ളൂ. പണത്തെക്കുറിച്ച് പോലും നിങ്ങൾ ചിന്തിക്കത്തില്ല. അതിനു വേണ്ടിയിട്ട് എത്ര പണമാണെങ്കിലും നിങ്ങൾ അത് സംഘടിപ്പിച്ച് ആ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്താൻ മാത്രമേ ശ്രമിക്കൂ. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, ആൾ പൂർണ്ണ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. പുറമേ നോക്കുമ്പോൾ എല്ലാം നോർമലാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സ് പഴയ പോലെ നോർമലായിരിക്കുമോ? കാരണം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം പുതിയൊരു ചിന്ത തുടങ്ങുന്നത്. ഈ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സേവിങ്സിൽ നിന്ന് വലിയൊരു എമൗണ്ട് മാറിയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ കടം വാങ്ങിയും ഇതിനു വേണ്ടിയിട്ട് പണം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാനസിക പ്രയാസം നിങ്ങൾ അലട്ടുന്നുണ്ടായിരിക്കും. ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമായിരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ളത്. നിലവിൽ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത്രയും വലിയൊരു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി വന്നതിന് ശേഷം നമ്മുടെ ജീവിതം വീണ്ടും പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കാം ഹോസ്പിറ്റൽ വിട്ടതിന് ശേഷവും നമ്മുടെ മനസ്സിൽ തുടരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് അവസാനിച്ചതുകൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ശേഷമായിരിക്കും യഥാർത്ഥ മെൻ്റൽ പ്രഷർ തുടങ്ങുന്നത്. കാരണം ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എവിടെ തുടങ്ങും? ആ ഫിനാൻഷ്യൽ പ്രഷറും മെൻ്റൽ പ്രഷറും കുടുംബത്തിൻ്റെ സമാധാനത്തെയും ബാധിക്കും. അതാണ് ഇന്നലെ കണ്ട രണ്ട് യങ്സ്റ്റേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എനിക്കിഷ്ടപ്പെട്ടത്. അവർ ഒരു പ്രശ്നം വന്നിട്ട് പേടിച്ചവരല്ല. മറ്റൊരു കുടുംബം ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് കണ്ടപ്പോൾ ഈ സിറ്റുവേഷൻ നമ്മുടെ കുടുംബത്തിന് വരുന്നതിന് മുമ്പ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് ചിന്തിച്ചവരാണ്. അതാണ് യഥാർത്ഥ ഫിനാൻഷ്യൽ അവയർനെസ്. ഒരു പ്രശ്നം വന്നതിന് ശേഷം റിയാക്ട് ചെയ്യുന്നതിന് പകരം പ്രശ്നം വരുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്നത് എന്താണ്? എന്തെങ്കിലും മോശം സംഭവിക്കും എന്ന പേടിയല്ല, മറിച്ച് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചാലും അതിനുശേഷവും നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതം തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതാണ് പ്രൊട്ടക്ഷൻ. നമുക്ക് അസുഖം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ തയ്യാറാകുന്നത്. അസുഖം വന്നാലും കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി തകരാതിരിക്കാനാണ് തയ്യാറാകുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് ഞാനൊരു ചോദ്യം മാത്രം ചോദിക്കുകയാണ്. നാളെ നിങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലൊരു മെഡിക്കൽ എമർജൻസി വന്നാൽ, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ചോദ്യം വരുന്നതിന് മുമ്പ് അതിനുത്തരം തയ്യാറാക്കി വെക്കും. കാരണം ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എന്നത് ഒരു പ്രശ്നം വന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യമല്ല, പ്രശ്നം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു തയ്യാറെടുപ്പാണ്. ഈ ചിന്ത നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒരു ഫാമിലിക്ക് ഷെയർ ചെയ്യും. ഒരു പക്ഷേ ഈ വീഡിയോ അവർ കാണുന്നത് ഒരു പ്രോബ്ലം വരുന്നതിന് മുമ്പായിരിക്കും.